ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നിവിടെ മാർബിൾ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓവനും കുക്കറും ഇല്ലാതെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: മൈദ 1.5 കപ്പ്, പഞ്ചസാര 3/4 കപ്പ്, മുട്ട 2 എണ്ണം, പാല്, ഓയിൽ 1/2 കപ്പ്, ബേക്കിംഗ് സോഡ അതായത് സോഡാപ്പൊടി 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഒരു നുള്ളു ഉപ്പ്, കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ, വനില എസൻസ് 1 ടീസ്പൂൺ. നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്കൊരു മിക്സിയിലേക്ക് മുട്ടയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ വനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം ഇത് അടിച്ചെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രം എടുക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയ പാത്രം വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. വേറൊരു പാത്രം എടുത്ത് മൈദ അരിച്ചെടുക്കണം. മൈദ അരിച്ചെടുക്കാം. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അടിച്ച് മാറ്റി വെച്ചിരുന്ന മിശ്രിതത്തിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ച് ഇളക്കി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലെങ്കിൽ തവി വെച്ച് ഇളക്കി കൊടുത്താൽ മതി. ബാക്കിയിരിക്കുന്ന മൈദയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കുമ്പം ഒരേ ഡയറക്ഷനിലേക്ക് വെക്കാൻ, അല്ലെങ്കിൽ കേക്ക് കട്ടിയായി പോകും. ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്നാണ് എടുത്തതെങ്കിൽ തണുപ്പ് മാറിയ ശേഷം ഒഴിക്കുക. ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ഇത് ഭയങ്കര കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഈ പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. വേറൊരു പാത്രത്തിലേക്ക് പകുതി മാറ്റുക. ഒരു പാത്രത്തിലേക്ക് കൊക്കോ പൗഡർ ഇടുന്നതിനാണ് പകുതി മാറ്റിയത്. ഇതിവിടെ രണ്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ അരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് തരികൾ മാറുന്നതിന് വേണ്ടിയിട്ടാണ് അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഇട്ടത് കാരണം ഇത് നല്ല കട്ടിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അടിവശം കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് തേച്ച് കൊടുക്കാം. കേക്ക് അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിൽ ഒഴിക്കുന്നത്. ഇതിലേക്ക് വെള്ള കളറിലെ മിശ്രിതം 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചോക്ലേറ്റ് കളറിലെ മിശ്രിതം 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മാറി മാറി മുഴുവൻ മിശ്രിതവും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിവിടെ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം. എയർ ബബിൾസ് പോകുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു ഈർക്കിലിയോ ടൂത്ത് പിന്നോ ഉപയോഗിച്ച് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചു കൊടുക്കാം. കേക്കിന് നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ഒരു കട്ടിയുള്ള പാത്രം വെച്ച് കൊടുത്ത് നമുക്ക് ചൂടാക്കാം. പാൻ ചൂടായ ശേഷം കേക്കിന്റെ മിശ്രിതം വെച്ച പാൻ ഇതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കുക.
നിങ്ങളുടെ പാത്രത്തിൻ്റെ അടപ്പിന് ഇത് കണക്ക് ഓപ്പൺ ആണെങ്കിൽ ഒരു പേപ്പർ വെച്ച് അടച്ച് വെക്കുക. പുറത്തേക്ക് ആവി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അടച്ച് വെക്കുന്നത്. ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെക്കണം. ഏകദേശം 30-35 മിനിറ്റ് എടുക്കും കേക്ക് റെഡിയാവാൻ. ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിൻ ഉപയോഗിച്ചത് കുത്തി നോക്കുക. ടൂത്ത് പിൻ ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഒട്ടിപ്പിടിക്കുന്നുവെങ്കിൽ ഒരു 5-10 മിനിറ്റും കൂടി വെക്കുക. കേക്ക് തണുത്ത ശേഷം ഒരു പാത്രം മുകളിൽ വെച്ച് ഈ കേക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഓവനും ഹാൻഡ് മിക്സറും ഒന്നും ഇല്ലാത്തവർ ഇതുപോലെ കേക്ക് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.